പരിണാമ സിദ്ധാന്തം പ്രകാരം മനുഷ്യനും വാനരന്മാരും ഒരേ പൂർവ്വയിൽ നിന്നും ഉണ്ടായ രണ്ട് വ്യത്യസ്ത സ്പീഷീസാണ്. എന്നാൽ കാലങ്ങൾ കടന്നുപോയപ്പോൾ മനുഷ്യർ വളരെ വലിയ ഇന്റലിജന്റ് സ്പീഷീസ് ആവുകയും എയ്പ്സ് അത്രത്തോളം ഇന്റലിജന്റ് ആകാതിരിക്കുകയും ചെയ്തു. ഇന്ന് ഭൂമി ഭരിക്കുന്ന മനുഷ്യരാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇന്റലിജൻസ് തന്നെ. എന്നാൽ മനുഷ്യരെ പോലെ തന്നെ വാനരന്മാർക്കും ഇന്റലിജൻസ് ലഭിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് 2011 ആരംഭിച്ച പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് റീബൂട്ട് ട്രിലോജിയുടെ പ്രധാന ഇതിവൃത്തം. ഇപ്പോഴത്തെ ആ ട്രിലോജിയുടെ ബാക്കിയായി ഒരു സ്റ്റാൻഡ് അലോൺ സീക്വൽ സിനിമ തിയേറ്റർ റിലീസ് ആയിരിക്കുകയാണ്, കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്. എന്നാൽ ഈ റീബൂട്ട് ട്രിലോജിക്കും ഒരുപാട് കാലങ്ങൾക്ക് മുന്നെയാണ് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ആദ്യമായി വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1963 നോവലിലൂടെയും അതിനുശേഷം വന്ന 1968 തന്നെ ആരംഭിച്ച ഒരു സിനിമാ സീരീസിലൂടെയുമാണ് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചർച്ച ചെയ്യാം പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസിയെ പറ്റി. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. 1963 ഫ്രഞ്ച് ഓതറായ പിയറെ ബോളിന്റെ നോവലായ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് പുറത്തിറങ്ങുന്നത്. 5 കൊല്ലങ്ങൾക്കിപ്പുറം 1968 ഫ്രാങ്ക്ലിൻ ജെ സ്കാവനർ സംവിധാനം ചെയ്ത് ഈ നോവലിന്റെ സിനിമ അഡാപ്റ്റേഷൻ പുറത്തിറങ്ങി. മൈക്കൽ വിൽസണും ട്വൈലൈറ്റ് സോൺ അടക്കം ഒരുപാട് വർക്ക് ചെയ്ത റോഡ് സെർലിംഗുമായിരുന്നു ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. ഒരു കൂട്ടം ആസ്ട്രോണറ്റ്സ് ഒരു പ്ലാനറ്റിൽ എത്തിപ്പെടുന്നു. അവിടെ ഏപ്സ് ഡോമിനന്റ് സ്പീഷീസ് ആണ്, മനുഷ്യർ താഴെയും. അതായത് ഒരു റോൾ റിവേഴ്സൽ. ഇതാണ് ബേസിക് പ്ലോട്ട്. ആദ്യ സിനിമ വലിയൊരു വിജയമായതിനാൽ പിന്നീട് 4 തുടർഭാഗങ്ങൾ വന്നു. അങ്ങനെ 1973 വരെ മൊത്തം 5 പ്ലാനറ്റ് ഓഫ് ദി സിനിമകൾ ഒറിജിനൽ സീരീസിൽ പുറത്തിറങ്ങി. പിന്നീട് 1974 ടെലിവിഷനിലേക്ക് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ചേക്കേറി. ആദ്യ സിനിമയ്ക്കും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കഥ പറഞ്ഞ ടെലിവിഷൻ സീരീസിന് മൊത്തം 14 എപ്പിസോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ CBS ചാനലിൽ ഇറങ്ങിയ ഈ സീരീസ് ഒരു വലിയ പരാജയമായി മാറി. എന്നാൽ തൊട്ടടുത്ത വർഷം NBC ചാനൽ ഒരു ആനിമേറ്റഡ് സീരീസുമായി ഫ്രാഞ്ചൈസിക്ക് ഒരു റീബൂട്ട് ഇറങ്ങി. 13 എപ്പിസോഡ് ഇറങ്ങി ഈ സീരീസിന് ആകെ ഒരു സീസൺ മാത്രമേ ഓടാൻ സാധിച്ചുള്ളൂ. പിന്നീട് വർഷങ്ങളോളം മാർവൽ, മാലിബു എന്നീ കമ്പനികളിൽ നിന്ന് വന്ന കോമിക്സിലേക്ക് മാത്രം ഈ ഫ്രാഞ്ചൈസി ഒതുങ്ങിക്കൂടി. പിന്നീട് 2011 മൈക്കൽ കീറ്റൻ ബാറ്റ്മാൻ സിനിമകൾ അടക്കം സംവിധാനം ചെയ്ത ടിം ബർട്ടൺ ആദ്യ സിനിമയുടെ റീമേക്കുമായി വരുന്നത്. ഈ സിനിമ വലിയൊരു വിജയമായതോടെ ഈ ഫ്രാഞ്ചൈസിയിൽ ഒരു തിരിച്ചുവരവ് തന്നെ സംഭവിച്ചു. എന്നാൽ ആ സിനിമയ്ക്ക് സീക്വലുകൾ കൊടുക്കുന്നതിന് പകരം പുതിയൊരു ട്രിലോജിനെ തുടങ്ങാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് 2011 റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിലൂടെ നിലവിലെ ക്യാനോണായ റീബൂട്ട് ട്രിലോജി കടന്നു വരുന്നത്. ഒറിജിനൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ കഥയായിരുന്നു ഈ ട്രിലോജിയിൽ, എങ്കിലും തീം ഒന്ന് തന്നെയായിരുന്നു. റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് 2011, ഡോൺ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് 2014, വാർ ഫോർ ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് 2017 എന്നിവയാണ് റീബൂട്ട് ട്രിലോജിയിലെ 3 സിനിമകൾ. പവർ ഡൈനാമിക്സ്, ഐഡന്റിറ്റി, സിവിലൈസേഷൻ, മൊറാലിറ്റി, എംപതി, ദ തിൻ ലൈൻ ബിറ്റ്വീൻ ഹ്യൂമാനിറ്റി ആൻഡ് ആനിമലിസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ട്രിലോജി ഒരു സൈഫൈ ജേണർ എന്നതിനേക്കാൾ പൊളിറ്റിക്കൽ ജേണറായി വിശേഷിപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. സീസർ എന്ന കേന്ദ്ര കഥാപാത്രം ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ റിലീസായ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഈ ട്രിലോജിയുടെ സ്റ്റാൻഡ് അലോൺ സീക്വലാണ്. വാർ കഴിഞ്ഞ് 300ഓളം വർഷങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന കഥ. ഡയറക്റ്റ് കണക്ഷൻസ് ഇല്ലെങ്കിലും ഒരുപാട് റെഫറൻസുകൾ മുൻ വന്നിട്ടുള്ള ആ റീബൂട്ട് ട്രിലോജിയെ പറ്റി ഈ സിനിമയിലുണ്ട്. ഇനി ആ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും എല്ലാവരും ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു ട്രിലോജിയാണ് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് റീബൂട്ട് ട്രിലോജി. പാർട്ട് 2 and 3 സംവിധാനം ചെയ്തത് മാറ്റ് റീവ്സ് ആണ്. അദ്ദേഹത്തിന്റെ കരിയർ ബിഗ് ബ്രേക്ക് ആയിരുന്നു ഈ സിനിമ. നിസ്സംശയം പറയാം വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ട്രിലോജീസ് എവർ മെയ്ഡ്. മോൺസ്റ്റർവേഴ്സിനൊക്കെ കിട്ടുന്ന പോപ്പുലാരിറ്റി വെച്ച് നോക്കുമ്പോൾ ഈ ഫ്രാഞ്ചൈസി ഇവിടെ വളരെയധികം അണ്ടർ റേറ്റഡ് ആണെന്ന് തന്നെ പറയാം. റീബൂട്ട് ട്രിലോജിക്കൊപ്പം തന്നെ കാണാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊന്നാണ് ഒറിജിനൽ 1968 സിനിമയും. ക്രിട്ടിക്സിന്റെ അടുത്ത് നിന്നായാലും ഓഡിയൻസിന്റെ അടുത്ത് നിന്നായാലും വൻ പ്രതികരണമാണ് ഏറ്റവും പുതിയ സിനിമയെ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിന് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് ഈ സിനിമയുടെ ബാക്കിയായിട്ട് 5 സിനിമകൾ കൂടി വരുമെന്നാണ് കേട്ടത്. അതായത് മൊത്തത്തിലൊരു 2 ട്രിലോജി കൂടി ഇനി വരാനിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. യൂഷ്വലി ഡിസ്നി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പല ഫ്രാഞ്ചൈസികളും പരാജയത്തിലേക്കാണ് പോയത്. ഇപ്പോൾ സ്റ്റാർ വാർസ് സീക്വൽ ട്രിലോജി ആണെങ്കിലും ഇന്ത്യാന ജോൺസ് ആണെങ്കിലും വില്ലോ ആണെങ്കിലും എല്ലാം പരാജയമായിട്ട് മാറി. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയാണ് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസിയെ കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോ. ഇനിയും ഇത്തരത്തിൽ പല ഫ്രാഞ്ചൈസിൻ്റെ വീഡിയോസ് ഞങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇനിയും മാർവൽ, DC, ആനിമി അല്ലെങ്കിൽ മറ്റ് ഹോളിവുഡ് റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുപിടുന്നവരേക്കും ദിസ് ഈസ് ശ്രീനന്ദൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.